PMC എന്ന് പറയുന്നത് എന്ത് പദ്ധതിയാണത്? PMC എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെ അജണ്ട ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണത്. നടപ്പിലാക്കാൻ പറ്റില്ല. PMC അല്ല, റെയിൽവേ അവഗണന, എയിംസ് അവഗണന, ഇങ്ങനെ എന്തെല്ലാം സ്ഥാപനങ്ങൾ കിട്ടാറുണ്ട്, അവിടെയെല്ലാം അവഗണന. അതെല്ലാം മറന്നിട്ട് അവഗണന ശീലമാക്കിയ പ്രധാനമന്ത്രി എന്താ PMCയെ പറ്റി പറയുന്നത്? PMCയെ പറ്റി സംശയമൊന്നും വേണ്ട. ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നത് BJPയുടെ RSSന്റെ പരിപാടി നടപ്പിലാക്കാൻ വേണ്ടി അല്ല. സംശയം വേണ്ട മോദി ഗവൺമെന്റിന്. അതാണ് മോദി. കേരളം ഇന്ത്യയുടെ ഭാഗമായിട്ട് കാണാനോ അംഗീകരിക്കാനോ പ്രവർത്തിക്കാനോ കൂട്ടാക്കാത്ത അങ്ങേയറ്റം ദേശവിരുദ്ധമായ, ഇന്ത്യ വിരുദ്ധമായ, ഫെഡറൽ വിരുദ്ധമായ നയമാണ് മോദിയുടേത്. അത് വീണ്ടും കണ്ടു. എല്ലാവരും ചിരിക്കും. ഒരു വർഷത്തിലേറെ കാലം കൃഷിക്കാർ അവിടെ സമരം ചെയ്തു. ഡൽഹിയിൽ ഇദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ കണ്ടഭാവം കാണിച്ചില്ല. രാജ്യമാകെ ഇളകി ഒന്നായി വന്നപ്പോൾ തോറ്റ് മുട്ടുകുത്തി വന്നിട്ട് അത് പിൻവലിച്ചുകൊണ്ട് പോയി മോദി ഗവൺമെന്റ്. അന്ന് പറഞ്ഞ വാഗ്ദാനം ഒന്നും പാലിക്കപ്പെട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിരുന്നു, MSP ആയിരുന്നു. കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ഏറ്റവും കുറഞ്ഞ സപ്പോർട്ട് പ്രൈസ് ആയിരുന്നു ഒന്നാമത്തെ വാഗ്ദാനം. നടപ്പിലായോ? കൃഷിക്കാരെ നിരന്തരം പറഞ്ഞ് കളിപ്പിക്കുന്ന ഗവൺമെന്റ് മത്സ്യരംഗത്ത് ബ്ലൂ ഇക്കോണമിയുടെ പേരിൽ എല്ലാ കൊള്ളക്കാർക്കും വന്ന് ഇഷ്ടംപോലെ കൊള്ളയാൻ വേണ്ടിയുള്ള സമ്മതം മൂളിയ ഗവൺമെന്റ്. എല്ലാ കോർപ്പറേറ്റ് കൊള്ളക്കാർക്കും വേണ്ടി, നാടനാകട്ടെ മറുനാടനാകട്ടെ, അത്തരം കൊള്ളക്കാർക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്ന ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കൃഷിക്കാരെയും മത്സ്യത്തൊഴിലാളിയെ പറ്റി ഓർത്ത് കണ്ണീർ പൊഴിക്കുമ്പോൾ മുതല പോലും ചിരിക്കും. കാരണം മുതലക്കണ്ണീർ പോലും ഇതുപോലെ ആകില്ല. ശരി, മോദിക്ക് എല്ലാ ദൈവങ്ങളും വോട്ടിന്റെ മറ മാത്രമാണ്. ദൈവവും വിശ്വാസവുമല്ല അവർക്ക് ചവിട്ടുപടിയാണ് വോട്ടിനുള്ള. അധികാരം പിടിക്കാൻ വേണ്ടിയാണ് ചവിട്ടുപടിയായിട്ട് വിശ്വാസങ്ങളെ കാണുന്ന, മതത്തെ കാണുന്ന, ദൈവങ്ങളെ കാണുന്ന, ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് രാവണന് വേണ്ടി നിൽക്കുന്ന BJPക്ക് ഒരു വിശ്വാസ പ്രശ്നത്തിന് അവകാശമില്ല, ധാർമ്മിക അവകാശമില്ല. BJP ധാർമ്മികമായിട്ട് യഥാർത്ഥ വിശ്വാസങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടിയാണ്. ആരുടെ ഭാരതം? കോർപ്പറേറ്റുകളുടെ വികസനമാണോ? അദാനി അംബാനി വികസനമാണോ? വിദേശ കൊള്ളക്കാർക്കുള്ള വികസനമാണോ? ഇപ്പൊ കണ്ടല്ലോ, LIC കൊടുത്തല്ലോ വിദേശ കൊള്ളക്കാർക്ക് വേണ്ടി. വീണ്ടും പറയുകയാണ് അവർ. ശാന്തി എന്ന പേരിൽ ബില്ല് വന്നു കഴിഞ്ഞ ലോക്സഭയിൽ, കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ. ശാന്തി എന്ന പേര് ആണവ രംഗത്ത് സമ്പൂർണ്ണമായിട്ടുള്ള വിദേശാധിപത്യമാണ് ലക്ഷ്യമാക്കുന്നത്. അതാണ് മോദി. ദേശസ്നേഹം നാക്കും പത്തേ ഉള്ളൂ. പ്രവൃത്തിയിൽ മോദി ഗവൺമെന്റിന് രാജ്യത്തെ അറിയില്ല, പക്ഷെ ദേശസ്നേഹമില്ല. കാപട്യമാണ് BJP, നുണയാണ് അതിന്റെ മുഖമുദ്ര. അതെല്ലാം തെളിയിക്കാനും പറയാനും പറ്റിയ നല്ല വ്യക്തമാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് മോദിയുടെ വാക്ക് തെക്കോട്ട് പോയാൽ പ്രവൃത്തി വടക്കോട്ട് പോകും. ഞാൻ പറയും, വിനാശകാലേ വിപരീത ബുദ്ധി.